السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 97. ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ വലതുകാലും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാലും മുന്നോട്ട് വെക്കണം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ മുന്നോട്ട് വെച്ചും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാൽ മുന്നോട്ട് വെച്ചുമാണ് ഇറങ്ങേണ്ടത്. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ മുന്നോട്ട് വെച്ചാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇറങ്ങണം. അത് ഹജ്ജ്, ഉംറ, സിയാറത്ത് പോലെയുള്ള യാത്രകൾക്ക് വേണ്ടിയാണ് പുറത്തിറങ്ങുന്നതെങ്കിലും അപ്പോഴും ഇടതുകാൽ മുന്നോട്ട് വെച്ച് തന്നെയാണ് പുറത്തിറങ്ങേണ്ടത്. പലരും സംശയിക്കാറുണ്ട്, ഹജ്ജ് പോലെയുള്ള പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയല്ലേ നാം ഇറങ്ങിപ്പുറപ്പെടുന്നത്, അപ്പോൾ വലതുകാലല്ലേ മുന്നോട്ട് വെക്കേണ്ടത് എന്നിങ്ങനെ. ആ സംശയത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങുന്നത് എന്നതാണ് അവിടെ നാം പ്രാമുഖ്യം നൽകേണ്ട കാര്യം. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. നമ്മുടെ വീടിന് ബഹുമതിയുണ്ട്. ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇറങ്ങുക. അത് ഹജ്ജ് പോലെയുള്ള പുണ്യകരമായ കർമ്മങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ചില ആളുകൾക്ക് ഇത് അത്ര തന്നെ ബോധ്യപ്പെടില്ല. എത്ര തന്നെ അവരോട് ഓർമ്മിപ്പിച്ചാലും അവസാനം ഇറങ്ങുന്ന സമയത്ത് വലതുകാൽ മുന്നോട്ട് വെച്ചാണ് അവർ ഇറങ്ങുക. അത് സുന്നത്തിന് എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യക്ക് വിരുദ്ധമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, വീട്ടിൽ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത് എന്ന ഒരു മനോഭാവത്തിൽ ഇടതുകാൽ മുന്നോട്ട് വെച്ചാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇറങ്ങുമ്പോൾ പക്ഷേ നാം ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം ഇടതുകാലിൻ്റേത് ധരിച്ചു പോകരുത്. ആദ്യം ധരിക്കേണ്ടത് വലതുകാലിൻ്റേതാണല്ലോ. അപ്പോൾ ആദ്യം ഇടതുകാൽ മുന്നോട്ട് വെച്ചു എന്നതുകൊണ്ട് ഇടതുകാലിൻ്റെ ചെരുപ്പ് ആദ്യം ധരിക്കുന്ന രീതി ഉണ്ടാവരുത്. ഇടതുകാൽ മുന്നോട്ട് വെച്ചതിന് ശേഷം വലതുകാലും മുന്നോട്ട് വെച്ചിട്ട് ആദ്യം വലതുകാലിൻ്റെ ചെരുപ്പ് ധരിച്ച് പിന്നീട് ഇടതുകാലിൻ്റെ ചെരുപ്പ് ധരിച്ച് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ സുന്നത്തുകൾ ഹയാത്താക്കി ജീവിക്കുന്ന ശരിയായ മുത്തബിഈങ്ങളിലും മുഹബ്ബീങ്ങളിലും നമ്മെയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.